ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 1 എന്ന് പറയുന്ന യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനകത്ത് ആദ്യം റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചു. പിന്നീട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓവർടോൺ എന്താണ്, പിന്നെ ഹോട്ട് ബാൻഡ്സ് എന്താണ്, അതുപോലെ തന്നെ എനർജി ലെവൽസിൻ്റെ അൺഹാർമോണിസിറ്റി, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇത് നമ്മളുടെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു സെക്കൻഡ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ പാർട്ട് 2 ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടേമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ടേമിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ്. ഇനിയും എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, or how can we define degrees of freedom? The number of directions in which the particle can move freely is defined as its degrees of freedom. In other words, we can say that the number of independent coordinates required to specify completely the position and orientation of a particle in space is defined as its degrees of freedom. അപ്പോൾ ഒരു പാർട്ടിക്കിളിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ഓഫ് ഡയറക്ഷൻസിനെ നമുക്ക് സിംപ്ലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ, സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ അതിൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്, എത്ര കോർഡിനേറ്റ്സ് വേണം, എത്ര കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാൽ മാത്രം അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു, ആ നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനെ വേണമെങ്കിൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, രണ്ടും സെയിം തന്നെയാണ്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് സിംപ്ലി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു പാർട്ടിക്കിളിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ഓഫ് ഡയറക്ഷൻസിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനിയും ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ടൈപ്സിലുണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് റൊട്ടേഷണൽ മോഷൻ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് വൈബ്രേഷണൽ മോഷൻ. അപ്പം 3 വൈബ്രേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 മോഷൻസ് ഉണ്ട് ഒരു മോളിക്യൂളിന്. ആ ഓരോ മോഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ FT ആണ്, രണ്ടും സ്മോൾ ലെറ്റർ തന്നെയാണ്. These are due to translational motion of molecules. Maximum number of translational degrees of freedom is 3. Irrespective of that, molecule may be monatomic, diatomic or polyatomic, linear or non-linear. They are present at the ordinary temperatures. അതായത് ട്രാൻസ്ലേഷണൽ മോഷനിലോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. എപ്പോഴും അതിൻ്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് അതേത് മോളിക്യൂൾ, ഇപ്പോൾ മോണോട്ടമിക് ആയിക്കോട്ടെ, ഡയറ്റമിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ലീനിയർ ഓർ നോൺ ലീനിയർ. അപ്പോൾ അത് മോളിക്യൂൾ എങ്ങനെയായിരുന്നാലും ട്രാൻസ്ലേഷണൽ മോഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമിൻ്റെ മാക്സിമം നമ്പർ 3 ആയിരിക്കും. പിന്നെ ഓർഡിനറി ടെമ്പറേച്ചറിൽ നമുക്ക് ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ നമുക്ക് ഓരോ മോളിക്യൂളിലും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വന്നിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് റൊട്ടേഷണൽ മോഷൻ ഇസ് ഡിനോട്ടഡ് ബൈ FR. These are due to the rotational motion of a molecule about axis passing through the center of mass of the molecule. Their number depends upon the structure of the molecule. They are also present at the ordinary temperature. അപ്പം ഇത് നമുക്ക്, അതായത് റൊട്ടേഷണൽ മോഷനോട് ഡീൽ ചെയ്ത് വരുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് റൊട്ടേഷണൽ മോഷൻ FR എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇനിയും അപ്പോൾ ഒരു മോളിക്യൂളിനെ എങ്ങനെ റൊട്ടേഷൻ സംഭവിക്കാം, അത് ആ മോളിക്യൂളിനെ സെൻറ്റർ ഓഫ് മാസിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂളിനാണ് ഇത്തരത്തിലൊരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടുക. ഇതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് റൊട്ടേഷണൽ മോഷനിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ഈ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ കിട്ടുക. ഇതും ഓർഡിനറി ടെമ്പറേച്ചറിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് വൈബ്രേഷണൽ മോഷൻ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ FV. These are due to the vibrational motion of a molecule about its equilibrium position. അപ്പം ഇക്വിലിബ്രിയം പൊസിഷനിൽ വെച്ചുകൊണ്ട് അതിന് വൈബ്രേഷണൽ മോഷൻ സംഭവിക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇതെന്ന് പറയുന്നത്. ഇതും സ്ട്രക്ചർ ഓഫ് മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്പേഴ്സ് വരിക. ഇനിയും ഈ വൈബ്രേഷണൽ മോഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആസ് പ്രൊഡ്യൂസ് ഓൺലി അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ വെരി ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഈ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടത്തുള്ളൂ. ഇനിയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ നമ്പേഴ്സ് എത്രയാണെന്ന് നോക്കാം. ഫോർ എ മോണോറ്റമിക് മോളിക്യൂൾ ഇറ്റ് ക്യാൻ മൂവ് ലീനിയർലി ഇൻ എനി ഡയറക്ഷൻ അലോങ് 3 കോർഡിനേറ്റ്. അപ്പം ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതായത് മോണോറ്റോമിക് ഗ്യാസിൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന് ലീനിയർ ആയിട്ട് 3 ഡയറക്ഷനിലേക്കും, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ്, അപ്പോൾ 3 കോർഡിനേറ്റിലേക്കും അല്ലെങ്കിൽ 3 ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത് മോണോറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ
3 ആയിരിക്കും. എക്സാമ്പിൾസ് നോബിൾ ഗ്യാസസ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര. ഇനിയും ഡയാറ്റമിക്കിൻ്റെ കേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് ട്രാൻസ്ലേഷണൽ മോഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും, റൊട്ടേഷണൽ മോഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിരിക്കും ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഡയാറ്റമിക് ഗ്യാസ്. The center of mass of 2 atoms is free to move along 3 coordinate. അപ്പം 3 കോർഡിനേറ്റിലേക്കും സെൻറ്റർ ഓഫ് മാസിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ അത് ട്രാൻസ്ലേഷണൽ മോഷനാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടി. ഇനി അതുപോലെ തന്നെ ദിസ് മോളിക്യൂൾ ഇഫ് ദിസ് ഗ്യാസ് ക്യാൻ റൊട്ടേറ്റ് എബൌട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ പാസിംഗ് ടു ദ സെൻറ്റർ ഓഫ് മാസ് ഇൻ 2 ഡയറക്ഷൻ. അതുകൊണ്ട് FR എന്ന് പറയുന്നത് 2 ആണ്. അതായത് സെൻറ്റർ ഓഫ് മാസിലൂടെ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ മോഷനും വരും ഡയറ്റമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ. അപ്പോൾ ഇതിന് ലീനിയറായിട്ട് മൂവ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. ഇനി ഈ മോളിക്യൂൾസിന് റൊട്ടേഷണലായിട്ടും കൂടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിന് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് റൊട്ടേഷണൽ മോഷനും കിട്ടും. പക്ഷേ അതിന് 2 ഡയറക്ഷനിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം റൊട്ടേഷണൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 2 ആക്സിസ് യൂസ് ചെയ്തിട്ടായിരിക്കത്തില്ല. അപ്പോൾ 2 ഡയറക്ഷനിൽ മാത്രമേ ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻ ദ കേസ് ഓഫ് ഡയാറ്റമിക് മോളിക്യൂൾ. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3 + 2 = 5 ഫോർ ദ കേസ് ഓഫ് ഡയാറ്റമിക് മോളിക്യൂൾ. ഇനിയും ഒരു ട്രൈ ആറ്റമിക് ആണ് കേട്ടോ. ഫോർ ട്രൈ ആറ്റമിക് ഓർ പോളി ആറ്റമിക് നോൺ ലീനിയർ ആയിട്ടുള്ള ട്രൈ ആറ്റമിക് അല്ലെങ്കിൽ പോളി ആറ്റമിക് ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ ഇത് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും, ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. രണ്ടിൻ്റെയും നമ്പർ 3 ആയിരിക്കും. സോ ടോട്ടൽ എന്ന് പറയുന്നത് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും കിട്ടുക. അത് നോൺ ലീനിയർ ആയിട്ട് വരുന്ന ട്രൈ ആറ്റോമിക് അല്ലെങ്കിൽ പോളി ആറ്റോമിക്കിൻ്റെ കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആസ് F = 3n - b, where n is the number of coordinates and b is the number of കൺസ്ട്രെയിൻസ്. അതായത് ജനറലായിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് F = 3n - b എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്. ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ്, എത്ര കോർഡിനേറ്റ്സ്, നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് എത്ര ആണെന്നുള്ളതും b എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസും, എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടെന്നുമാണ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതാണ് നമ്മളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ പറ്റി. നമ്മൾ ആദ്യം ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ കണ്ടു, 3 ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടു. ഓരോന്നിനും മോണോറ്റമിക്കിൻ്റെയും ഡയറ്റമിക്കിൻ്റെയും പോളി ആറ്റമിക്കിൻ്റെയും കേസിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. ഇൻ ജനറൽ ഒരു ഇക്വേഷനും കൊടുത്തു. അപ്പം അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ പറ്റിയിട്ട് ഉള്ളത്. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്ന മോഡ്സ് ഓഫ് വൈബ്രേഷൻസ്. നമ്മുടെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു മോളിക്യൂൾസിന് വൈബ്രേഷണൽ എനർജി ചേഞ്ച് ഉണ്ടാകുന്ന സമയത്താണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ അതുമായി ഡീൽ ചെയ്തിട്ടാണ് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി പറയുന്നതെന്നൊക്കെ കണ്ടു. ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. ഇനിയും എത്ര ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഈ വൈബ്രേഷൻസിൻ്റെ മോഡ്സ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് വൈബ്രേഷൻ നടക്കുന്നത്, ചുമ്മാ അങ്ങ് വൈബ്രേറ്റ് ചെയ്യുവാണോ അതോ എന്തെങ്കിലും ഒരു ഫാഷനിലാണോ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന മോഡ്സ് ഓഫ് വൈബ്രേഷൻ. നമ്മുടെ സിലബസിൽ നമുക്ക് ഈ മോഡ്സ് ഓഫ് വൈബ്രേഷൻ 2 മോളിക്യൂൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂളും. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വാട്ടർ മോളിക്യൂളാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലീനിയറും ഒന്ന് നോൺ ലീനിയറുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറലായിട്ട് അല്ലെങ്കിൽ നോൺ ലീനിയറായിട്ട് വരുന്നതെല്ലാം സെയിം ഫാഷനിൽ തന്നെയായിരിക്കും പോവുക. അപ്പം ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിളായിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടർ മോളിക്യൂളുമാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വാട്ടർ മോളിക്യൂളാണ്. Triatomic or non-linear H2 molecule makes an angle with oxygen at the center. ഞാനവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് ഏത് ഒരു ഷേപ്പിലാണ് H2O മോളിക്യൂൾ ഇരിക്കുന്നതെന്നുള്ളത്. സെൻറ്ററിലായിട്ട് ഓക്സിജൻ ഉണ്ടാവും, അതിനോടൊരു ആംഗിൾ, ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ട് 2 ഹൈഡ്രജൻ ആറ്റംസും ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു നോൺ ലീനിയർ മോളിക്യൂളാണ് ആൻഡ് ഇറ്റ് ഈസ് എ ട്രയാറ്റമിക് മോളിക്യൂൾ. Being non-linear, this molecule possesses an oscillating dipole moment, so H2 is IR active.
അപ്പം നോൺ ലീനിയർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിനൊരു ഓസിലേറ്റിംഗ് ഡൈപോൾ ഉണ്ടാവും. 2 ആറ്റംസ് ഒരു ആംഗിൾ സെൻട്രൽ ആറ്റവുമായിട്ട് ബാക്കി വരുന്ന 2 ആറ്റംസും ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ഷേപ്പാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഓസിലേറ്റിംഗ് ഡൈപോൾ മൊമെൻറ്റ് കാണും. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? IR ആക്റ്റീവ് ആയിരിക്കും. ഇറ്റ് വിൽ have 3n-6 observed absorption band. N is a number of atoms. For H2O is equal to n is equal to 3. So 3n-6 is equal to 3 into 3 minus 6 is equal to 9. അപ്പം ഇതൊരു നോൺ ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ നോൺ ലീനിയർ മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് 3n-6 എന്ന് പറയുന്നത്. അപ്പം 3n-6 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് നോൺ ലീനിയർ മോളിക്യൂൾസിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ മോളിക്യൂൾ വാട്ടറാണ്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പം വാട്ടറിൻ്റെ കേസിൽ 3 നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ 3n-6 എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 എന്ന് പറയുന്ന ഒരു ആൻസർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും therefore 3 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ക്യാൻ ബി സീൻ ഇൻ വാട്ടർ മോളിക്യൂൾ. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ് H2O മോളിക്യൂൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. So that there is a dipole moment for 3 vibration in the molecule. There is a periodic change of the electric dipole moment during vibration. അപ്പം 3 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 വൈബ്രേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ചും ഈ ഒരു മോളിക്യൂളിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിലൊരു പീരിയോഡിക് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അതായത് വളരെ ഒരു റെഗുലർ ഫാഷനിലായിരിക്കും ഇതിനൊരു ചേഞ്ച് സംഭവിക്കുക. ദ ഡൈപോൾ മൊമെൻറ്റ് മേ ഒക്കർ എയ്തർ എലോങ് ഓർ എക്രോസ് ദ ലൈൻ ഓഫ് ദ സിമെട്രി. ഒന്നെങ്കിൽ സിമെട്രി ആക്സിസിന് എക്രോസ് ആയിട്ട് ഇതിനൊരു ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ സിമെട്രി ആക്സിസിന് അനുസരിച്ചോ അല്ലെങ്കിൽ അതിന് എക്രോസ് എന്ന് വെച്ചാൽ എന്താ, ഒന്നെങ്കിൽ ഈ സിമെട്രി ആക്സിസ് പോകുന്ന അതേ ഡയറക്ഷനിൽ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനും ചേഞ്ച് സംഭവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് എക്രോസ് എന്ന് പറഞ്ഞാൽ അതിന് എക്രോസ് ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പം എക്സ് ഡയറക്ഷനിലേക്കാണ് സിമെട്രി ആക്സിസ് പോകുന്നതെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിന് വൈ ആക്സിസിലേക്ക് പോകാം. അതിനാണ് എക്രോസ് ആയിട്ട് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സിമെട്രി ആക്സിസിൻ്റെ 2 രീതിയിലും ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് സംഭവിക്കാം. ഓൾ ദീസ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആർ അസോസിയേറ്റഡ് വിത്ത് ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ആർ IR ആക്റ്റീവ്. അപ്പോൾ എല്ലാ മോഡ്സ് ഓഫ് വൈബ്രേഷനും നമ്മുടെ ഡൈപോൾ മൊമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? IR ആക്റ്റീവ് എന്ന് പറയാം. അപ്പം മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻ ദ കേസ് ഓഫ് H2O ഓൾ ആർ റിലേറ്റഡ് വിത്ത് ദ ഡൈപോൾ മൊമെൻറ്റ്. സോ വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡൈപോൾ മൊമെൻറ്റിൽ ചേഞ്ച് സംഭവിക്കും. ഒന്നെങ്കിൽ സിമെട്രി ആക്സിസിന് പോകുന്ന അതേ ഡയറക്ഷനിൽ ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് സംഭവിക്കാം, ഇല്ലെങ്കിൽ അതിന് എക്രോസ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് സംഭവിക്കാം. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ദേ ആർ IR ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂളായിട്ട് അതിന് മാറുവാനായിട്ട് സാധിക്കും. ഇനിയും മെയിനായിട്ടും നമ്മുടെ വൈബ്രേഷൻ മോഡ്സിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് കാണാനായിട്ട് പോകുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ്. നമുക്ക് പറയാൻ പറ്റും 2 തരത്തിലുള്ള വൈബ്രേഷൻസ് ആണുള്ളത്. സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്, സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻ. ഇനിയും ഈ സ്ട്രെച്ചിങ് വൈബ്രേഷനെ തന്നെ നമുക്ക് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആൻഡ് എസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഈ H2Oനകത്ത് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജനാണ്, ബാക്കി 2 ആറ്റം എന്ന് പറയുന്നത് 2 ഹൈഡ്രജനാണ്. ഈ 2 ഹൈഡ്രജൻ ആറ്റം എന്താണ്? സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു H2O മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് ഓസിലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓസിലേഷൻ നടക്കുന്നതിന് ഫലമായിട്ട് ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് വരും. ദാറ്റ്സ് വൈ ദേ ആർ IR ആക്റ്റീവ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ ഹൈഡ്രജൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഈ 2 ഹൈഡ്രജനും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് സിമെട്രിക് സ്ട്രെച്ചിങ്. The 2 hydrogen atoms are going in the opposite direction. ഇനി ഈ 2 ഹൈഡ്രജനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് എസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ്. അപ്പം 2 ടൈപ്പിലുള്ള വൈബ്രേഷൻസ് ആണ് മെയിനായിട്ടുള്ളത്, സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻ. അതിൽ ആദ്യത്തേത് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ്. സ്ട്രെച്ചിങ് വൈബ്രേഷൻ തന്നെ 2 രീതിയിലുണ്ട്, സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് എസിമെട്രിക് സ്ട്രെച്ചിങ്. ഇനി സിമെട്രിക് സ്ട്രെച്ചിങ് എന്താണെന്ന് വെച്ചാൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അത് സിമെട്രിക്, 2 ഹൈഡ്രജൻ ആറ്റവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അത് എസിമെട്രിക് വൈബ്രേഷൻ. ഇനി ബെൻഡിങ് വൈബ്രേഷൻ. ബെൻഡിങ് വൈബ്രേഷൻ 4 തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 ഇൻപ്ലെയിൻ വൈബ്രേഷൻസും 2 ഔട്ട് പ്ലെയിൻ വൈബ്രേഷൻസും ആണ്.
അപ്പോൾ ബെൻഡിങ് വൈബ്രേഷനെ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അതിൽ 2 ഇൻ പ്ലെയിൻ ആൻഡ് 2 ഔട്ട് പ്ലെയിൻ. ഫസ്റ്റ് നമ്മൾ സിസറിങ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇതിൽ ഫസ്റ്റ് സിസറിങ്, സെക്കൻഡ് റോക്കിംഗ് ആണ്. ഈ സിസറിങ്ങും റോക്കിങ്ങും ഇൻ പ്ലെയിൻ വൈബ്രേഷൻസ് ആണ്. സിസറിങ് ആൻഡ് റോക്കിംഗ് ആർ ഇൻ പ്ലെയിൻ വൈബ്രേഷൻസ്. ഇനി എന്താണ് സിസറിങ്? മൂവ്മെൻറ്റ് ഓഫ് 2 ആറ്റംസ് ടുവേർഡ്സ് ആൻഡ് അവേ ഫ്രം ഈച്ച് അതർ. ഒന്നെങ്കിൽ ഈ 2 ആറ്റംസും അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ഈ 2 ആറ്റംസും അകലത്തേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റാണ് സിസറിങ് എന്ന് പറയുന്നത്. റോക്കിംഗ് എന്ന് പറയുന്നത് ഒരു പെൻഡുലത്തിൻ്റെ, ഒരു ക്ലോക്കിലെ പെൻഡുലം എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ളൊരു മോഷനായിരിക്കും ഇതിനുണ്ടാവുക. അതായത് ഇവിടെ പെൻഡുലത്തിനകത്ത് ഒരു ഇതേ കാണത്തുള്ളൂ, ഇവിടെ 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 2 ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റ് ക്ലോക്കിനകത്തുള്ള പെൻഡുലം പോലെ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ രണ്ടും ഒരേപോലെ ഒരേ ഡയറക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് പോകും. പിന്നെ വീണ്ടും അത് രണ്ടും തിരിച്ചു വരും. അങ്ങനെ മുന്നോട്ട് പോകും സെയിം ആയിട്ട്, തിരിച്ചും വരും സെയിം ആയിട്ട്. അതിനെയാണ് റോക്കിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് സിസറിങ് ആൻഡ് റോക്കിംഗ് എന്ന് പറയുന്നത് സെയിം പ്ലെയിനിൽ നടക്കുന്നതാണ്. അത് പ്ലെയിനിൻ്റെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഇൻ പ്ലെയിൻ വൈബ്രേഷൻസ് എന്നും കൂടി പറയുന്നത്. ഇനിയും ബെൻഡിങ് വൈബ്രേഷനിലെ 3ാമത്തെ കാറ്റഗറിയാണ് വാഗിങ് എന്ന് പറയുന്നത്. വാഗിങ്ങിൽ ബോത്ത് ആറ്റം മൂവ് 1 സൈഡ് ഓഫ് ദി പ്ലെയിൻ. അതായത് ഈ 2 ആറ്റവും അറ്റ് എ ടൈം ഒരു പ്ലെയിനിലായിരിക്കും. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ, വൈ എന്ന് പറയുന്ന മറ്റൊരു പ്ലെയിൻ ആണെങ്കിൽ ഒരേ സമയത്ത് ഈ 2 ആറ്റംസും എക്സിൽ തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് 2 ആറ്റം വൈ പ്ലെയിനിൽ പോകും, വീണ്ടും എക്സ് പ്ലെയിനിൽ വരും, വീണ്ടും വൈ പ്ലെയിനിൽ വരും. അപ്പോൾ അറ്റ് എ ടൈം അത് രണ്ടും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വാഗിങ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ട്വിസ്റ്റിംഗ്. 1 ആറ്റം ഈസ് എബോവ് ദ പ്ലെയിൻ ആൻഡ് അതർ ഈസ് ദ ബിലോ ദ പ്ലെയിൻ. ഇനിയും മറ്റേത് ലാസ്റ്റ് വന്നിട്ട് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന വൈബ്രേഷനാണ്. അപ്പം 2 ആറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു ആറ്റം ഒരു പ്ലെയിനിലാണെങ്കിൽ അടുത്ത ആറ്റം എന്തായിരിക്കും? മറ്റേ പ്ലെയിനിലായിരിക്കും. അപ്പോൾ താഴെ ഇരിക്കുന്ന പ്ലെയിനിലെ ആറ്റം മുകളിലേക്ക് വരുമ്പോൾ മുകളിലിരിക്കുന്ന എവിടെ പോകും? താഴെ പോകും. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്വിസ്റ്റിംഗ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ വാഗിങ്ങും ട്വിസ്റ്റിങ്ങും ഔട്ട് പ്ലെയിൻ വൈബ്രേഷൻസ് ആണ്. കാരണം ഇതിനകത്ത് 2 പ്ലെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം 4 തരത്തിലുള്ള ബെൻഡിങ് വൈബ്രേഷൻസ് ആണ് ഉള്ളത്: സിസറിങ്, റോക്കിംഗ്, വാഗിങ്, ട്വിസ്റ്റിംഗ്. അതിൻ്റെ ഓരോന്നിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പ്ലസ് മൈനസ് ഒക്കെ ഇട്ട് കാണിച്ചിരിക്കുന്നത്, പ്ലസ് മൈനസും ഇട്ട് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്ന സെയിം പ്ലെയിൻ, പ്ലസ് മൈനസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒന്ന് ഒരു പ്ലെയിനിലും മറ്റേത്. IR spectrum of H2O molecule, we can see that peaks at 3652 cm inverse and 1595 cm inverse corresponds to symmetric vibrations, and 3756 cm inverse corresponds to asymmetric vibrations. അതായത് നമ്മളൊരു H2O മോളിക്യൂൾ എടുത്തിട്ട് അതിൻ്റെ IR സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 പീക്സ് കാണാനായിട്ട് പറ്റും. ഒരു പീക്ക് എന്ന് പറയുന്നത് 3652-ലും, മറ്റൊന്ന് 3756-ലും, മറ്റൊന്ന് 1596-ലും കാണാൻ പറ്റും. അതിൽ 3652 ആൻഡ് 1595 സിമെട്രിക് വൈബ്രേഷൻ കൊണ്ടും, മറ്റേത് അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക് 3756 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ളത് എസിമെട്രിക് വൈബ്രേഷൻ കൊണ്ടും ഉണ്ടാവുന്നതാണ്. The low frequency may be assigned to angle bending vibration. അപ്പോൾ ലോ ഫ്രീക്വൻസി മേ ബി നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ലോ ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്യുക? കാരണം ആംഗിൾ ബെൻഡിങ് വൈബ്രേഷൻ നടക്കുന്നത് കൊണ്ടാവാം മേ ബി ലോ ഫ്രീക്വൻസിയിലും അബ്സോർപ്ഷൻ നടന്നത്. കാരണം ബാക്കിയെല്ലാം 3000 റേഞ്ചിലും ഇത് വന്നിട്ട് 1500 റേഞ്ചിലും വന്നില്ല. അപ്പോൾ മേ ബി ആംഗിൾ ബെൻഡിങ് വൈബ്രേഷൻ കൊണ്ടാവാം അങ്ങനെ ഒരു ലോ ഫ്രീക്വൻസി അബ്സോർപ്ഷൻ നടന്നത്. However, the 2 OH bonds are in H2O are identical, and hence their stretching vibrations cannot give rise to the absorption at different frequencies. That is, each absorption will not give a separate peak. So vibrations of 2 peaks are coupled or combined to give the 2 different vibrations. അതായത് നമ്മുടെ H2O മോളിക്യൂളിനകത്ത് 2 OH ബോൺസ് ഉണ്ട്. ഈ 2 OH ബോൺസും എന്താണ്? ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ ഇത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്യത്തില്ല. സെയിം ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും ഈ 2 OH ബോൺസും അബ്സോർബ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഇത് അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സെപ്പറേറ്റ് പീക്ക് ഇത് തരത്തില്ല. ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും ഇത്, ഒരേ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും ഈ സെയിം OH ബോൺസ് അബ്സോർബ് ചെയ്യുക. So vibrations of 2 bonds are coupled or combined to give 2 different vibrations. അപ്പോൾ ഈ 2 ബോണ്ടിൻ്റെയും വൈബ്രേഷൻസ് കപ്പിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 2 ഡിഫറെൻറ്റ് വൈബ്രേഷൻസ് കിട്ടും. വൺ വിത്ത് സ്ട്രെച്ചിങ് ആൻഡ് അതർ വിത്ത് എസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്. ഒന്ന് സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷനും തരും, മറ്റേത് എസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷനും തരും. അപ്പം സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷനും എസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷനും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് OH ബോൺസ്.
അപ്പം ഇതിനകത്ത് ആകെ മൊത്തം 2 സിമെട്രിക് സ്ട്രെച്ചിങ്ങും 1 എസിമെട്രിക് സ്ട്രെച്ചിങ്ങുമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ നോർമൽ വൈബ്രേഷൻസ് എന്ന് വിളിക്കുന്നു. ബിക്കോസ് ഓൾ 3 ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ വൈബ്രേറ്റ് അറ്റ് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് ഫേസ് വിത്ത് ഈച്ച് അതർ. എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്ന സെയിം ഫ്രീക്വൻസിയിലാണ്. അതുപോലെ തന്നെ ഫേസും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഫേസ് വിത്ത് ഈച്ച് അതർ, സെയിം ഫേസിലും സെയിം ഫ്രീക്വൻസിയിലും വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ H2O മോളിക്യൂൾസിനകത്ത് 3 വൈബ്രേഷണൽ മോഷൻസിനെ നമ്മൾ നോർമൽ വൈബ്രേഷൻസ് എന്ന് വിളിക്കുന്നു. അപ്പം ഇതിനകത്ത് ഒരു എസിമെട്രിക്കും ഒരു സിമെട്രിക്കും ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് OH ബോൺസ്. അപ്പോൾ ഈ 2 OH ബോൺസും ഐഡൻറ്റിക്കലാണ്. ഇത് അബ്സോർപ്ഷൻ നടത്തുന്ന സെയിം ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ട് ഇത് 2 ഡിഫറെൻറ്റ് പീക്സിനെ നമുക്ക് തരുന്നില്ല. ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ അബ്സോർബ് ചെയ്യും. പക്ഷേ ഈ 2 മോളിക്യൂൾസും വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ 2 മോളിക്യൂൾസ് തമ്മിൽ കപ്പിൾ ചെയ്തിട്ട് 2 വൈബ്രേഷൻസ് നമുക്ക് കിട്ടും. പക്ഷെ 2 പീക്സ് കിട്ടത്തില്ല, പക്ഷേ 2 വൈബ്രേഷൻസ് കിട്ടും. അതാണ് ഒന്ന് സിമെട്രിക്കും മറ്റൊന്ന് എസിമെട്രിക്കും. ഇതാണ് H2O മോളിക്യൂളിൻ്റെ IR സ്പെക്ട്രം. ഇനിയും നമ്മൾ CO2 മോളിക്യൂൾ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ നോക്കാൻ പോവുകയാണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എന്ന് പറയുന്നതിനകത്ത് 3 ആറ്റംസ് ആണുള്ളത്. പക്ഷേ അതിൻ്റെ ഷേപ്പ് എന്താണ്? ലീനിയർ ആണ്. നോൺ ലീനിയർ അല്ല, ലീനിയർ ആണ്. 3 ആറ്റംസ് ആണ് ഉള്ളത്. സോ ദ വാല്യൂ ഓഫ് N is equal to 3. മോളിക്യൂൾ ലീനിയർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ കാണത്തുള്ളൂ. 3n - 5 നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ ലീനിയർ മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നത് 3n - 5 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഇൻ ദ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 3 ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും? 4 കിട്ടും. ദെർഫോർ CO2 ഹാവ് 4 ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ്. അപ്പോൾ ഇതിനകത്ത് 4 ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് ഉണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തി. CO2ൻ്റെ ഷേപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനൊരു ലീനിയർ ഷേപ്പാണുള്ളത്. ദീസ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആർ സിമെട്രിക്കൽ സ്ട്രെച്ചിങ്, എസിമെട്രിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് 2 സ്ട്രെച്ചിങ് ബോണ്ട്, സിമെട്രിക്കൽ ബെൻഡിങ്, അതായത് സിസറിങ്. അപ്പോൾ ഇതിനകത്ത് 4 ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ഒരു എസിമെട്രിക്കൽ സ്ട്രെച്ചിങ് ഉണ്ട്, ഒരു സിമെട്രിക്കൽ സ്ട്രെച്ചിങ് ഉണ്ട്, പിന്നെ 2 സിസറിങ് ഉണ്ട്, അല്ലെങ്കിൽ സിമെട്രിക്കൽ ബെൻഡിങ്, 2 സിസറിങ് ഉണ്ട്. In symmetrical stretching, there is a partial charge separation between 2 oxygen atoms. The magnetic moments get cancelled and the molecule is non-polar. This is also according to symmetrical stretching of both oxygen atoms at 2 ends. Hence, the molecule is IR inactive. അതായത് സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങിൻ്റെ കേസിൽ നമുക്ക് 2 ഓക്സിജൻ ആറ്റത്തിലും ഒരു പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ വരും. കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 2 സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ കംപ്രഷൻ എന്ന് പറയുന്ന ഒരു ഇതാണ് നടക്കുന്നതെങ്കിൽ 2ഉം കംപ്രസ് ചെയ്യും. സ്ട്രെച്ചിങ് ആണെങ്കിൽ 2ഉം ഒരേപോലെ സ്ട്രെച്ച് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരു പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ നടക്കുന്നു. അപ്പം പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസൽ ഈച്ച് അതർ, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസൽ ആവുന്നു. അതുകൊണ്ട് തന്നെ മോളിക്യൂൾ എന്തായിട്ട് മാറുന്നു? നോൺ പോളറായിട്ട് മാറുന്നു. അതുകൊണ്ട് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസലായി പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിട്ട് മാറും. അതുകൊണ്ട് സിമെട്രിക് സ്ട്രെച്ചിങ്ങിലാണ് വൈബ്രേഷൻ വരുന്നതെങ്കിൽ അതെന്താണത്? IR ഇനാക്റ്റീവാണ്. ആ ഒരു വൈബ്രേഷൻ IR ഇനാക്റ്റീവാണ്. ഇനിയും എസിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങിൻ്റെ കേസ് ആണെങ്കിൽ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്യുകയും മറ്റത് കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ദ പ്രൊഡ്യൂസ് എ ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും, ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. ദസ് ദിസ് വൈബ്രേഷൻ ഈസ് IR ആക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് എസിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെ കേസിൽ വൈബ്രേഷൻ IR ആക്റ്റീവാണ്. കാരണം ഒരു എൻഡ് കംപ്രസ് ചെയ്യുമ്പോൾ മറ്റേ എൻഡ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുന്നു. ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? IR ആക്റ്റീവാണ്. ഇനി in symmetrical bending, there are 2 bending vibrations and they differ only in directions and have same frequency. Hence, these vibrations will be IR active. ഇനിയും സിമെട്രിക്കൽ ബെൻഡിങ്, അതായത് സിസറിങ്ങിൻ്റെ കേസിൽ 2 ബെൻഡിങ് വൈബ്രേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ജസ്റ്റ് ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. പക്ഷേ അത് 2ഉം വൈബ്രേറ്റ് ചെയ്യുന്ന സെയിം ഫ്രീക്വൻസിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതും എന്താണ്? IR ആക്റ്റീവാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, ബട്ട് സെയിം ഫ്രീക്വൻസിയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് അത് IR ആക്റ്റീവാണ്. The modes of vibration in a molecule where they differ only in direction but with the frequency are said to be degenerated. അതായത് സെയിം ഫ്രീക്വൻസിയിലും ഡിഫറെൻ്റ് ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുന്ന മോഡ്സ് ഓഫ് വൈബ്രേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റഡ്.
Because of this, linear molecule like CO2 will have one extra mode of vibrations as compared to non-linear molecule in H2. അപ്പം H2വിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം H2വിൽ ആകെപ്പാടെ 3 ഫണ്ടമെൻ്റൽ വൈബ്രേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? നോൺ ലീനിയർ മോളിക്കൂളാണ്. പക്ഷേ CO2 എന്ന് പറയുന്ന ലീനിയർ മോളിക്കൂളിലേക്ക് വന്നപ്പോൾ അവിടെ 4 ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് വന്നു. അതിൻ്റെ കാരണമാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് സെയിം ഫ്രീക്വൻസിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ വൈബ്രേഷൻസ് നടക്കുന്നു ഇൻ ദ കേസ് ഓഫ് ലീനിയർ മോളിക്കൂൾ. അപ്പോൾ അതുകൊണ്ടാണ് വൈബ്രേഷൻസിൻ്റെ എണ്ണം കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇഫ് വി ദ IR spectrum of CO2 we can see only 2 peaks, one at 2349 centimeter inverse, which is due to asymmetric stretching of the bonds, and second peak at 667 centimeter inverse, which is because of the 2 bending vibrations. അപ്പോൾ 2 പീക്സ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ആ ഒരു പീക്ക് നമുക്ക് IRൽ കിട്ടില്ല. ആകെപ്പാടെ കിട്ടുന്നത് എസിമെട്രിക് സ്ട്രെച്ചിങ്ങിൻ്റെയും 2 ബെൻഡിങ് വൈബ്രേഷൻസിൻ്റെയും പീക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതിന് എവിടെ കിട്ടുന്നു എന്നുള്ളതിൻ്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ബോത്ത് ദീസ് വൈബ്രേഷൻസ് ആർ സെയിം, ദാറ്റ്സ് വൈ ദേ പ്രൊഡ്യൂസ് പീക്സ് അറ്റ് സെയിം വേവ് നമ്പർ. അപ്പം 2 ബെൻഡിങ് വൈബ്രേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ രണ്ടിൻ്റെയും വൈബ്രേഷൻ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സെയിം വേവ് നമ്പറിൽ തന്നെ അതിൻ്റെ പീക്സ് നമുക്ക് കാണുന്നത്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും പീക്ക് 667 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താണ്? അത് രണ്ടിൻ്റെയും വൈബ്രേഷൻസ് സെയിം ആണ്. അതുകൊണ്ട് സെയിം വേവ് നമ്പറിൽ തന്നെ അത് പീക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് CO2ൻ്റെ സ്പെക്ട്രയും എന്തൊക്കെ വൈബ്രേഷൻസ് ആണ് നടക്കുന്നതെന്നുള്ളതും CO2വിൽ. ഇനിയും അടുത്ത ഒരു ടേമാണ് ഫിംഗർ പ്രിൻറ്റ് റീജിയൻ ഇൻ IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പിയിൽ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്താണ്? ദ റീജിയൻ ഓഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡയഗ്രാം ഓഫ് IR സ്പെക്ട്ര യൂഷ്വലി കണ്ടെയ്ൻസ് എ വെരി കോംപ്ലിക്കേറ്റഡ് സീരീസ് ഓഫ് അബ്സോർപ്ഷൻ. ദീസ് ആർ മെയിൻലി ഡ്യൂ ടു ദ മാനർ ഓഫ് ബെൻഡിങ് വൈബ്രേഷൻസ് വിതിൻ ദ മോളിക്യൂൾ. അപ്പോൾ നമ്മളൊരു IR സ്പെക്ട്ര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോസ്റ്റ്ലി റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന റീജിയൻസിനെയാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് പറയാറ്. കാരണം ആ ഒരു പോർഷനിൽ വളരെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള അബ്സോർപ്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ടും കാണാൻ പറ്റുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മോളിക്യൂളിൻ്റെ ബെൻഡിങ് വൈബ്രേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് യൂഷ്വലി അല്ലെങ്കിൽ ഈ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് വെച്ചാൽ 1500 to 500 centimeter ഇൻവേഴ്സ് ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് റീജിയൻ കാണാൻ പറ്റുക. ദിസ് റീജിയൻ ക്യാരക്ടറിസ്റ്റിക് മോളിക്യൂൾ ആസ് എ ഹോൾ, നോട്ട് ഓൾ മോളിക്യൂൾസ് കാൺ അബ്സോർബ് സെയിം ഫ്രീക്വൻസി ഇൻ ദിസ് റീജിയൻ. ഇനിയും ഈ ഒരു റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ മോളിക്യൂളിൻ്റെയും ഈ ഫിംഗർ പ്രിൻറ്റ് റീജിയനിൽ ഓരോ മോളിക്യൂളിൻ്റെയും അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ അബ്സോർപ്ഷൻ മറ്റൊരു മോളിക്യൂൾ കാണിക്കുകയില്ല. അതിപ്പം ഈവൻ ഐസോമർ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഐസോമർ അബ്സോർബ് ചെയ്ത പീക്കിലായിരിക്കില്ല ആ സെയിം മോളിക്യൂളിൻ്റെ മറ്റൊരു ഐസോമർ അബ്സോർപ്ഷൻ നടത്തുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റീജിയനിലുള്ള ഓരോ മോളിക്യൂളിൻ്റെ അബ്സോർപ്ഷനും ആ മോളിക്യൂളിൻ്റെ എന്തായിരിക്കും ഒരു സൈനോ സിഗ്നേച്ചറോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ അബ്സോർപ്ഷൻ വേറൊരു മോളിക്യൂൾ കാണിക്കില്ല, ഈവൻ അത് ഐസോമർ ആണെങ്കിൽ പോലും. അപ്പം നമുക്ക് മോളിക്യൂൾ ഐഡൻറ്റിഫിക്കേഷനൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു റീജിയനാണ് ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് പറയുന്നത്. എക്സാക്ട് പ്രിൻറ്റ് ഒരു മോളിക്യൂളിൻ്റെ എക്സാക്ട് പ്രിൻറ്റ് തന്നെ നമുക്ക് ആ ഒരു മോളിക്യൂളിൽ കിട്ടും. കാരണം ഒരു മോളിക്യൂൾ നടത്തുന്ന അബ്സോർപ്ഷൻ, ഇപ്പോൾ ഒരു മോളിക്യൂൾ ഒരു 500 അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ആ മോളിക്യൂൾ മാത്രമേ ആ ഒരു റേഞ്ചിൽ അബ്സോർബ് ചെയ്യൂ, വേറെ ഒരു മോളിക്യൂളും ആ ഒരു റേഞ്ചിൽ അബ്സോർബ് ചെയ്യത്തില്ല. അപ്പോൾ ഓരോ മോളിക്യൂളിനും അതിൻ്റേതായിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ കാണും ഇൻ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്ത ഒരു ടേമാണ് ഫെർമി റെസൊണൻസ് എന്ന് പറയുന്നത്. ഫെർമി റെസൊണൻസ് ഈസ് ദ ചാൻസസ് ഓഫ് എനർജി ഓഫ് ഓവർടോൺ ബാൻഡ് ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വിൽ കോയിൻസൈഡ്. റെസൊണൻസ് വിൽ ഒക്കർ ബാൻഡ് ഈസ് നോൺ ആസ് ഫെർമി റെസൊണൻസ്. അതായത് എന്താണ് ഫെർമി റെസൊണൻസ് എന്നാണ് പറയുന്നത്. ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താണ്, ഓവർടോൺ എന്താണെന്നൊക്കെ പറഞ്ഞു. കാരണം ട്രാൻസിഷൻ തന്നെയാണ് 0 to നമ്മൾ സെക്കൻഡ് തേർഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ട്രാൻസിഷൻസിനെയാണ് നമ്മൾ ഓവർടോൺസ് എന്ന് പറയുന്നത്. 0 to 1ലേക്ക് പോകുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ എനർജി തമ്മിൽ, അതായത് ഇങ്ങനെ ഓവർടോണുകളായിട്ടും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസും ഇങ്ങനെ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ എനർജി തമ്മിൽ കോയിൻസൈഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് ഇൻ കേസ് അങ്ങനെ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെസൊണൻസ് ഉണ്ടാവുന്നു. ആ റെസൊണൻസിനെ വിളിക്കുന്ന പേരാണ് ഫെർമി റെസൊണൻസ്. എന്തുകൊണ്ടാണ് ഇതിന് ഫെർമി റെസൊണൻസ് എന്ന് വിളിക്കാൻ കാരണം, നമ്മൾ ഓരോന്നിനും ഒരു
ഒരു ഫെർമി ലെവൽ എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. അതായത് ഓരോ നമ്മുടെ ട്രാൻസിഷൻസിനും ഇടയ്ക്കുള്ള ഒരു റീജിയനാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ റീജിയണിലാണ് സാധാരണ ഈ റെസൊണൻസ് നടക്കാറ്. അതുകൊണ്ടാണ് ഫെർമി റെസൊണൻസ് എന്നുള്ളൊരു പേര് കൊടുത്തേക്കുന്നത്. ഡ്യൂ ടു ദിസ് ഫെർമി റെസൊണൻസ് വേവ് നമ്പർ ഓഫ് ദ പീക്ക് ഇൻക്രീസ്ഡ്. അപ്പോൾ ഫെർമി റെസൊണൻസ് നടന്നിട്ടുണ്ട് എങ്കിൽ വേവ് നമ്പർ ഇൻക്രീസ് ചെയ്യും. കാരണം അതിന് അബ്സോർപ്ഷൻ നടക്കുന്ന ആ ഒരു റീജിയൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നോർമലി അബ്സോർബ് ചെയ്യേണ്ടിടത്ത് നിന്നും കുറച്ചുകൂടെ ഹയർ വാല്യൂസിലേക്ക് പോയി അബ്സോർപ്ഷൻ നടത്തുന്നതായിട്ട് നമുക്ക് പീക്സിൽ ഒബ്സർവ് ചെയ്യുവാനായിട്ട് സാധിക്കും. Fermi resonance results in the splitting of two vibrational bonds that have nearly same energy and symmetry in both IR and Raman spectroscopy. ഇപ്പോൾ ഫെർമി റെസൊണൻസിൻ്റെ ഫലമായിട്ട് IR ആൻഡ് റാമൻ സ്പെക്ട്രോസ്കോപ്പി നോക്കിക്കഴിഞ്ഞാൽ സെയിം എനർജി ഉള്ള വൈബ്രേഷണൽ ബോൺസ് സ്പ്ലിറ്റ് ചെയ്യും. ദറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് ഫെർമി റെസൊണൻസ്. ദി ടു ബാൻഡ്സ് ആർ യൂഷ്വലി ഫണ്ടമെൻ്റൽ വൈബ്രേഷൻസ് എയ്തർ ആൻ ഓവർടോൺ ഓർ എ കോമ്പിനേഷൻ ബാൻഡ്. ഈ രണ്ട് വൈബ്രേഷണൽ ബാൻഡ്സ് സ്പ്ലിറ്റ് ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഒന്നെങ്കിൽ രണ്ട് വൈബ്രേഷണൽ ആവാം, അല്ലെങ്കിൽ ഒരു വൈബ്രേഷണൽ ഒരു ഓവർടോൺ ആവാം, അല്ലെങ്കിൽ ഒരു ഓവർടോൺ ഒരു കോമ്പിനേഷൻ ബാൻഡ് ആവാം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആവാം. പക്ഷേ അത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എനർജീസ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇഫ് എനർജി കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെസൊണൻസ് ഉണ്ടാവുന്നു. അതിനെയാണ് ഫെർമി റെസൊണൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് ടു വൈബ്രേഷണൽ ബാൻഡ്സ് സംഭവിക്കും അറ്റ് ദ ഫെർമി ലെവൽ. കൂടാതെ വേവ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഫെർമി റെസൊണൻസിനെ പറ്റി ഉള്ളത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയും പോർഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതോടുകൂടി വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ആ ഒരു പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും നെക്സ്റ്റ് ലെക്ചറിൽ റാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന പുതിയൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതുവരെ റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഈ പോർഷൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഈ പഠിപ്പിക്കുന്നതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകുകയുണ്ടെങ്കിലും അത് ചോദിച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ പോകാനായിട്ട് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. താങ്ക് യു.